ഈ കാണുന്നത് ആൽബിനോ ഫയർ റെഡ് ഓസ്കാറുകളാണ്. നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ്. അത്യാവശ്യം വലിയ സൈസ് അക്വേറിയാണ് ഇവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഈ സൈസിൽ വരുന്ന ഓസ്കാർ ഫിഷുകൾക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള അക്വേറിയം തന്നെ വേണം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രീ ആയിട്ട് നീന്തി നടക്കാനുള്ള സ്പേസ് തീർച്ചയായിട്ടും കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാണുന്ന ഓസ്കാർ ഫിഷിൻ്റെ വായ്ഭാഗം കണ്ടില്ലേ, അത് കുറച്ചിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു വായയുടെ ഷേപ്പ് അല്ല വരുന്നത്. അതെന്തോ ഡാമേജ് ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഡിഫക്റ്റോ വല്ലതും ആവാം. പിന്നെ കാണുമ്പോൾ ഇവർക്ക് കുറച്ച് ഏജ് തോന്നിക്കുന്നുണ്ട്. അതായത് യങ് അഡൾട്ടുകളല്ല, കുറച്ച് ഏജ് ആയിട്ടുള്ള അഡൾട്ട് പീസുകളാണ്. ചിലപ്പോൾ പെയർ ആവാൻ സാധ്യതയുണ്ട്, കാരണം അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അഡൾട്ടുകൾ, അതായത് മെയിലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊത്തുകൂടാൻ സാധ്യതയുണ്ട്. ഒരുമിച്ച് നിൽക്കുന്നത് സാധാരണ പെയറുകളാണ്. അപ്പോൾ ചിലപ്പോൾ പെയറായിട്ട് തന്നെ സെയിലിന് വന്നിട്ടുള്ളതായിരിക്കും. ഓസ്കാർ ഫിഷുകൾ ഇത്തരത്തിലുള്ള അഡൾട്ട് സൈസുകളാണ് എന്നുണ്ടെങ്കിൽ പെർ പീസിന് ഒരു ഏവറേജ് പ്രൈസ് വരുന്നത് 1000 രൂപയാണ്. ടൈഗർ ഓസ്കാറിനാണ് കുറച്ച് പ്രൈസ് കുറവ് വരുന്നത്. ഒരു പീസിന് അഡൾട്ട് പീസ് ആണെന്നുണ്ടെങ്കിൽ 900 രൂപയ്ക്കാണ് ഒരു പീസിന് വരുന്നത്. അത് ഇതുപോലെ ആൽബിനോ അല്ലെങ്കിൽ ആൽബിനോ ഫയർ റെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1000, 1100 അല്ലെങ്കിൽ 1200 ആ റേഞ്ച് വരെയൊക്കെയാണ് വരുന്നത്. പെർ പീസിനാണ് ഈ ഒരു പ്രൈസ് പറയുന്നത് കേട്ടോ. ജോഡിയാണ് എന്നുണ്ടെങ്കിൽ 2000 അല്ലെങ്കിൽ 2200 ആ ഒരു റേറ്റൊക്കെ ആയിരിക്കും വരുന്നത്. ജോഡി എന്ന് പറയുമ്പോൾ അത് പെയർ ആയിരിക്കണമെന്നില്ല, അതായത് ഒരു മെയിലും ഫീമെയിലും ഒന്നും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ 2 മെയിൽ അല്ലെങ്കിൽ 2 ഫീമെയിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പെയർ ആണ് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ പ്രൈസ് കൂടുതലും ചാർജ് ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും അവർ പെയറിനെ സെല്ല് ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഫാമുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മെയിലും ഫീമെയിലും ആയിട്ടുള്ള പെയറുകളെ സെല്ല് ചെയ്യാറില്ല. അവരെ കൂടുതലും ബ്രീഡിങ്ങിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈവൺ ഇതുപോലെ അക്വേറിയം ഷോപ്പുകളിലൊക്കെ പെയർ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ഫ്രഷ് പെയറുകളായിരിക്കാൻ സാധ്യതയില്ല. കുറേ നാളൊക്കെ ബ്രീഡിങ്ങിന് യൂസ് ചെയ്ത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചിലപ്പോൾ ഫ്രഷ് പെയർ ആവാൻ സാധ്യതയില്ല. കാരണം കുറേ നാളൊക്കെ ബ്രീഡിങ്ങിന് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ സെയിലിന് വന്നിട്ടുള്ള പീസ് ആവാനാണ് സാധ്യത. കാരണം ഇതിനെ കാണുമ്പോൾ ഒരു യങ് അഡൾട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പീസുകളായിട്ടാണ് തോന്നുന്നത്. ഇത്തരം പീസുകളൊക്കെ കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നത്, അതായത് വീടുകളുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഷോപ്പുകളുടെ ഫ്രണ്ടിൽ, നിങ്ങൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ ഡിസ്പ്ലേ അക്വേറിയങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്തരം അക്വേറിയങ്ങളിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇത്തരം പീസുകൾ സ്യൂട്ടബിൾ ആണ്. കാരണം ഇവരെ അധികം ബ്രീഡിങ് കാര്യങ്ങൾക്കൊന്നും പിന്നീട് ചിലപ്പോൾ അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പെയറൊക്കെ ആയിട്ട് ഇങ്ങനെ സെയിലിന് വരുന്നത്. കാരണം പെയർ ആണ് എന്നുണ്ടെങ്കിൽ കൂടുതലും ഫാമുകളിലൊക്കെ ഇത് ബ്രീഡിങ്ങിനാണ് ഇവരെ യൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ സെയിൽ ചെയ്യാറില്ല. സെയിലിനായിട്ട് ഇതുപോലെ വരുന്നത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ കൂടുതലും ഇത്തരം പീസുകളെ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ പോലെ ഹോട്ടലുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റിസപ്ഷൻ ഏരിയയിലൊക്കെ വലിയ അക്വേറിയങ്ങൾ ഡിസ്പ്ലേക്കായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത്തരം പെയറുകളെ പറ്റും. കാരണം പെയറുകളാണ് എന്നുണ്ടെങ്കിൽ അവരധികം ഫൈറ്റ് ചെയ്യാനൊന്നും സാധ്യതയില്ല. മെയിലുകളൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ ആണെങ്കിൽ ഫൈറ്റിന് സാധ്യതയുണ്ട്. പെയറുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യില്ല, അവർ ഒരുമിച്ച് നടന്നോളും. ഈ ഓസ്കാർ മത്സ്യങ്ങൾ ഡിസ്പ്ലേ അക്വേറിയങ്ങളിലൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. പിന്നെ ഇവർ മൂവ് ചെയ്യുന്നത് കണ്ടില്ലേ, ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളെക്കുറിച്ച്. അതിൽ പെട്ടതാണ് ഓസ്കാർ. ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജയൻറ്റ് ഗൗരാമി അതുപോലെ ഓസ്കാറുകളൊക്കെ കണ്ടില്ലേ, ഇതുപോലെ സ്ലോ മോഷനിൽ നീങ്ങുന്ന മീനുകളാണ്, അല്ലാതെ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന മീനുകളല്ല. വലിയ സൈസിലുള്ള മീനുകൾ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന മീനുകളാണ് എന്നുണ്ടെങ്കിൽ അക്വേറിയത്തിൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം പെട്ടെന്നൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവർ ചില്ലുകളിലൊക്കെ വന്ന് ഇടിക്കാറുണ്ട്. അത് അക്വേറിയത്തിന് ഡാമേജും വരുത്താറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വലിയ മീനുകൾ പീസ്ഫുള്ളായിട്ട് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ അക്വേറിയങ്ങളിലൊക്കെ വളരെ സേഫാണ്. പിന്നെ ഇത്തരം മീനുകൾ നല്ല രീതിയിൽ നമ്മളോട് ഇൻറ്ററാക്ട് ചെയ്യും. ഓസ്കാറുകൾ, ജയൻറ്റ് ഗൗരാമികളൊക്കെ ഈ ഒരു സൈസിലുള്ള നമ്മൾ അക്വേറിയത്തിൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, കൈയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൈയിൻ്റെ അടുത്തൊക്കെ വന്ന് ചില്ലിൽ കൊത്തുന്ന കാണാം. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ അക്വേറിയങ്ങളിലൊക്കെ ഓസ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനുകളാണ്. അവരുടെ സൈസിനനുസരിച്ച് വലിയ സ്പേസ് അല്ലെങ്കിൽ വലിയ ടാങ്കുകൾ കൊടുക്കണമെന്ന് മാത്രം. നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് ഇവരെ കണ്ടതുകൊണ്ട് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്തരം അക്വേറിയങ്ങളിൽ വെള്ളം മോശമാവാതെ ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയത് ചെമ്മീനാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.